और दिखा तू तुझे मेरा वाला डांस, ये मेरा वाला डांस। ഹേയ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഒരു സമയത്ത് നോമ്പോട് അടുപ്പിച്ചിട്ടായിരുന്നു വീട്ടിലോട്ട് കുറച്ച് ചെടികൾ വാങ്ങാനായിട്ട് നമ്മൾ ഫാമിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ 1 ഇയർ കുറച്ചും കൂടി ചെടികൾ വാങ്ങാനായിട്ട് നമ്മൾ അമ്പലവയലുള്ള തറപ്പേൽ ഗാർഡൻ ആൻഡ് നഴ്സറിയിലോട്ടേക്ക് വന്നിരിക്കുകയാണ്. അടിപൊളിയായിട്ടുള്ള ഒത്തിരി നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെടികൾ കാണിച്ചു തരാൻ മാത്രമേ എനിക്കറിയുള്ളൂ, ഇതിന്റെ പേരുകളൊന്നും ചോദിക്കരുത്, എനിക്കിതിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ല. മുന്നേ ഉള്ള വീഡിയോസിൽ ചിലരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഏത് ഫാമിലോട്ടാണ് ചെടികൾ വാങ്ങാനായിട്ട് പോവാറുള്ളത്. പുതിയ തറപ്പേല്, പഴയ തറപ്പേല്, ആമീസ് ഗാർഡൻസ്, അങ്ങനെ ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് ഫാമുകൾ അമ്പലവയൽ ഏരിയയിലുണ്ട്. ഞങ്ങൾ മോസ്റ്റ്ലി അവിടെ പോയിട്ടാണ് വാങ്ങാറുള്ളത്. ഞാൻ ഈ പറഞ്ഞ 3 പേരിലുള്ള ഫാമുകളിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ മോസ്റ്റ്ലി അവിടെ നിന്നൊക്കെയാണ് ചെടികൾ വാങ്ങാറുള്ളത്. പൂക്കൾ ഉള്ളതും പൂക്കൾ ഇല്ലാത്തതും വള്ളിച്ചെടികളും മരച്ചെടികളൊക്കെ ആയിട്ട് ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ കൊല്ലം നമ്മൾ കുറച്ച് ചെടികൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും നല്ല രീതിയിൽ പൂവ് ഇടുന്നുണ്ട്, പ്രത്യേകിച്ച് ഡാമേജും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ആ ഒരു ചെടി പ്രതീക്ഷിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കൂട്ടത്തിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും 2 ടൈപ്പും കൂടി കൊണ്ടുപോകാം, എന്നിട്ട് അതും കൂടി നമുക്കൊരു വർഷത്തേക്ക് നോക്കാം. വലിയ കുഴപ്പമില്ലാതെ കുറച്ചു കാലം നിൽക്കുന്ന ചെടികളാണെങ്കിൽ വീണ്ടും വന്ന് വാങ്ങാം എന്നൊക്കെയുള്ള ഒരു ധാരണയിലാണ് പോകുന്നത്. എന്റെ ഉമ്മാക്കാണെങ്കിൽ ഈ ഇലച്ചെടികളെക്കാൾ കൂടുതൽ ഇഷ്ടം ഈ പൂക്കൾ അധികം വരുന്ന ചെടികളോടാണ്. അപ്പൊ അതുകൊണ്ട് മെയിൻ ആയിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അത്തരം ചെടികളിലോട്ടേക്കാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്ന ചെടികളെ ഇവർ ഓർഡർ വന്നിട്ട് കയറ്റി അയക്കാനായിട്ട് നിൽക്കായിരുന്നു. കണ്ണൂരിൽ ഒരു ഫ്ലവർ ഷോ, അതിന് വേണ്ടിയിട്ട്. ബാക്കിയുള്ള ചെടികളൊക്കെ ഇഷ്ടമാണ്, പക്ഷെ പൂക്കളുള്ളതായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. ഈ ബൊഗൈൻവില്ലയൊക്കെ കണ്ടിട്ട് കണ്ണിങ്ങനെ മഞ്ഞളിച്ച് നിൽക്കായിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾക്ക് അധികം കളേഴ്സ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല, പക്ഷെ ഇത്തവണ ഒരുപാട് നല്ല കളറുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ചെടി, ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് കളേഴ്സിൽ ഇതും അവൈലബിൾ ആണ്. ഒത്തിരി പൂത്ത് ഇങ്ങനെ, ഇതിന് എന്തോ ഒരു തരം മുല്ല എന്നൊക്കെയാണ് അവർ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതൊന്ന് നോട്ടയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മിക്കവർക്കും വരുന്നൊരു കൺഫ്യൂഷൻ ആണ്, വെയിലത്ത് വെക്കേണ്ട ചെടികളും വെയിലത്ത് വെക്കേണ്ടാത്ത ചെടികളും ഏതാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ. അത് ഈ ചെടികൾ എടുക്കാൻ പോകുന്ന സമയത്ത് ഫാമിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നല്ല വെയിൽ വേണ്ട ചെടികളൊക്കെ അവർ വെയിലത്തായിരിക്കും വെച്ചിട്ടുണ്ടാവുക. വെയിൽ അധികം വേണ്ടാത്ത ചെടികളൊക്കെ അവർ ഉള്ളിലും ആയിരിക്കും വെച്ചിട്ടുണ്ടാകുക. പിന്നെ വരുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അവരോട് തന്നെ അവിടെ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി. ഈ കാണുന്ന ചെടിയുടെ ഒരു ഡാർക്ക് റെഡ് കളർ നമ്മുടെ വീട്ടിലുണ്ട്. ഒരു തെച്ചിപ്പൂവിന്റെ ഒക്കെ സ്ട്രക്ചറിൽ വരുന്നതാണ്. അതിന്റെ ഒരു പേരെന്താന്ന് എനിക്ക് അറിയില്ല. അത് നമ്മൾ മൂത്തമാന്റെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്ന് നട്ടതായിരുന്നു. അത് പെട്ടെന്ന് തന്നെ വേഗം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ വെറൈറ്റി ഓഫ് കളേഴ്സ് ഒരുപാട് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഒരു കൂടിന് 60 രൂപയാണ് മാത്രം. പിന്നെ ഈ ചെടികളൊക്കെ ഏതാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് തന്നെ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ വലിയ വാല്യൂ ഇല്ലാണ്ട് അവിടെ ഇവിടെ കിടക്കണ പുല്ല്. അങ്ങനെ നമുക്ക് വലിയ വില ഇല്ലാത്ത ചെടികളൊക്കെ ഫാമിലെത്തുമ്പോൾ നല്ല വിലയാന്നേ. 20 രൂപ മുതൽ 10, 100, 200 രൂപ വരെ വില വരുന്നുണ്ട്. നമുക്ക് ഇതിനോടൊന്നും വലിയ വില ഇല്ലെങ്കിലും ഇതൊക്കെ വാങ്ങിക്കൊണ്ടുപോകുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ നടന്ന് ഇൻഡോർ ഔട്ട്ഡോർ ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഈ ചെടികളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇതൊക്കെ വല്ലവരുടെയും വീട്ടിൽ പോയാൽ പൊട്ടിച്ചെടുത്തുകൊണ്ടെന്ന് നട്ടാ പോരെ, എന്തിനാ ഫാമിൽ പോയിട്ട് ഈ പൈസ കൊടുത്ത് വാങ്ങുന്നതെന്ന്. അതിന് കാരണങ്ങൾ 3 എണ്ണം ഉണ്ട്. അതിൽ ആദ്യത്തെ കാര്യം, വല്ലവരുടെയും വീട്ടിൽ പോയിട്ട് പൊട്ടിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ ചോദിച്ചത്. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും ചെടികൾ എന്ന് പറഞ്ഞാൽ മക്കളെ പോലെയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി പരിപാലിച്ചു കൊണ്ടുവന്നതിൽ നിന്ന് ഒരാൾ വന്ന് ഒരു കഷ്ണം ചോദിക്കുന്ന സമയത്ത് മനസ്സില്ലാ മനസ്സോടെ ചോദിച്ചതല്ലേ എന്ന് വിചാരിച്ചു കൊടുത്ത ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതറിയാവുന്നത് കൊണ്ട് ഒരു വീട്ടിൽ പോയി ചോദിക്കുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് നമ്മൾ ഫാമിൽ പോയിട്ട് 10, 20 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ചെടിയുടെ ഏറ്റവും ചെറിയ തൈ നമുക്ക് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് ആരോടും പരാതിയും പരിഭവം കേൾക്കാതെ അവിടെ പോയി വാങ്ങിക്കൊണ്ടുവന്ന് നട്ടു വളർത്തുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോ ഒരു റോസന്റെ ചെടി ഒരു വീട്ടിൽ പോയാൽ ഒരു കളറേ കിട്ടും. അതിപ്പോ നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പൊട്ടിച്ചുകൊണ്ടുവന്ന് വെക്കല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ ഫാമിലാവുന്ന സമയത്ത് ഒരു ചെടിയുടെ ഒരുപാട് വെറൈറ്റി കളറുകൾ ഉണ്ടാകും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇഷ്ടമുള്ള ചെടിയിൽ നിന്നും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഫാമിൽ നിന്ന് കിട്ടും. അതുകൊണ്ടുവന്ന് ഒതുക്കി പെറുക്കി വീട്ടിൽ നട്ടു വളർത്തിയാൽ അതിന് വൃത്തിയുള്ള ഒരു ഭംഗിയുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, എല്ലാ ചെടികളും പൊട്ടിച്ചു കൊണ്ടുവന്ന് നട്ട ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിലും ഭേദം ഫാമിൽ നിന്ന് പോയി വാങ്ങിക്കൊണ്ടുവരലാണ്. അപ്പൊ ആ ഒരു ചോദ്യം ഇനി എന്നോട് ആരും ചോദിക്കേണ്ട. പിന്നെ പലരും ചോദിക്കാറുണ്ട്, ഇതിനു വേണ്ടി ഇത്രയും പൈസ മുടക്കുന്നത് വെറുത്താണോ അല്ലയോ എന്നുള്ളത്. ഡ്രോയിങ് ഇഷ്ടപ്പെടുന്ന ആൾ അതിനു വേണ്ടിയിട്ടുള്ള പേപ്പറും പെൻസിലും വാങ്ങുന്നത് പോലെയല്ലേ ചെടികൾ ഇഷ്ടപ്പെടുന്ന ആൾ അതിനു വേണ്ടിയുള്ള ചെടികളും സാധനങ്ങളും വാങ്ങുന്നത്. അങ്ങനെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നതും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത കാര്യങ്ങൾ വാങ്ങുന്നതിൽ പ്രത്യേകിച്ച് ഒരു നഷ്ടമില്ല, അതിൽ ലാഭം മാത്രമേ ഉള്ളൂ. ഞാനാണെങ്കിൽ നടന്ന് ഓരോന്ന് നോക്കി ക്ഷീണിക്കുകയും ചെയ്തു. ഉമ്മാക്കാണെങ്കിൽ ഒന്നും പൂക്കളില്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളിപ്പോ വന്നിട്ടുള്ളത് പുതിയ തറപ്പയിലോട്ടാണ്. പഴയ തറപ്പയിൽ വരെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ഇവിടെ പൂത്ത് നിൽക്കുന്ന പൂക്കളൊക്കെ ഓർഡർ കയറ്റി വെക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാ നമുക്ക് ഫാമിലെ ചെടികളുടെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ചെറിയ തൈക്ക് 10 രൂപയാണെങ്കിൽ അതിന്റെ കുറച്ച് വലുപ്പുള്ള തൈക്ക് 50 രൂപയായിരിക്കും. അതിന്റെ കുറെ വലുപ്പുള്ള തൈക്ക് 100 രൂപയായിരിക്കും. അപ്പൊ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ചെറിയ തൈ വേണം വാങ്ങിക്കൊണ്ടുവരാൻ. അതായത് ഇതിന്റെ വലുപ്പമുള്ള 100 രൂപയുടെ ചെടി
ചെടി വാങ്ങുന്ന നേരത്ത് 10 രൂപക്ക് 10 എണ്ണം വാങ്ങാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് ചെറിയ പൈസയിൽ ഒരുപാട് ചെടികൾ വാങ്ങാൻ പറ്റുള്ളൂ. പൂക്കളിടാൻ ഇത്ര സമയം എടുത്താലും അതല്ലേ കുറച്ചും കൂടി നല്ലത്. ഈ ഒരു ചെടിയായിരുന്നു ഞങ്ങൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് പഴയ തറപ്പയിൽ വന്നപ്പോൾ കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ആദ്യമേ നോട്ടയിട്ട് വെച്ച നോട്ടപ്പുള്ളിയാണെന്ന്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിന്റെ അപ്പുറത്തുള്ള ആ പൂക്കളും ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒന്നും നോക്കിയില്ല, അതിൽ നിന്ന് നമ്മൾ 5 കളർ വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി കൊണ്ടുപോയി നട്ടു നോക്കാം. കുറച്ചു കാലം നിൽക്കുന്നതാണെങ്കിൽ നമുക്കൊന്നും നോക്കണ്ട, അടുത്ത തവണ വേണമെങ്കിൽ വീണ്ടും വന്ന് വാങ്ങാലോ. ബോൾസായുടെ കുറച്ച് കളക്ഷൻസും കൂടി എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അത് പൂക്കൾ വരാത്തത് കൊണ്ട് ഏത് കളേഴ്സ് ആണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അടുത്ത തവണ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പഴയ തറപ്പയിൽ നിന്ന് നമുക്ക് ഏകദേശം 20ഓളം പൂച്ചെടികൾ കിട്ടിയിട്ടുണ്ട് എന്നല്ല, വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ അവിടുത്തെ ചേച്ചിമാരുടെ സഹകരണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അവര് നല്ല ചേച്ചിമാരാണ്. കുറെ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നല്ല മൊട്ടുള്ളതും വിരിഞ്ഞതും നല്ലതൊക്കെ നോക്കിയെടുക്കാനായിട്ട്. അങ്ങനെ എല്ലാം നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ നമ്മളൊരു 10 ചട്ടിയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. വീട്ടിലാകെ 10 ചട്ടിയേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നടന്നതിന്റെ ഒക്കെ ബാക്കി വ്ളോഗും വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആൻഡ് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.